സിനിമയുടെ ഹാൽ എന്താണെന്ന് പരിശോധിച്ചാൽ ഡിവിഷൻ ബെഞ്ച് അതിൽ ഇടപെട്ട രീതി എന്താണ് എന്നുള്ളത് പരിശോധിച്ചാൽ ഇവിടെ ഇപ്പോൾ സിനിമ കാണേണ്ടതില്ല, കോടതിക്ക് തിയേറ്റർ തുടങ്ങേണ്ടതില്ല, കട്ട് പറയേണ്ടതില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഈ സിനിമയുടെ കാര്യത്തിൽ വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. ഹാൽ എന്നുള്ള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെയാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നും മലയാളി നേരിട്ട് കണ്ടതാണ്. അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും തമാശകളും ഒക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് ഹൈക്കോടതിയുടെ പുതിയ കെട്ടിടം പണിയാനിരിക്കുകയാണ്, അവിടെ സിനിമ കാണുന്നതിന് വേണ്ട സൗകര്യം കൂടി ഒരുക്കണം എന്നുള്ള മട്ടിൽ കേരളത്തിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതായത് അത് അഭിഭാഷകരൊക്കെ തന്നെയാണ് ആ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് അവിടെ ഇങ്ങനെ ഇതാണ് കോടതിയുടെ ഒരു രീതിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സെൻസർ ബോർഡ് മാത്രം ഇത് കണ്ടാൽ പോരല്ലോ, കോടതിയിൽ കൂടി അത് കാണാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അതിന് വേണ്ട കട്ടും പേസ്റ്റും മറ്റേ ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ട സംവിധാനങ്ങൾ കൂടി നിർദ്ദേശങ്ങൾ കൂടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം കാര്യങ്ങൾ എന്നുള്ളത് അന്ന് ചർച്ചയായി. അവിടെയും ബീഫൊക്കെ ആയിരുന്നു പ്രശ്നം. ഹാൽ സിനിമയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ബീഫായിരുന്നു പ്രശ്നം. ഇവിടെയും ബീഫാണ് വേറൊരു തരത്തിൽ പ്രശ്നം. ബീഫ് മാത്രമല്ല, ഇവിടെ കേരളത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവരിവിടെ വന്നു കഴിഞ്ഞ് പറയുന്നത് എന്താണ്, ഈ സിനിമയിൽ ഈ ടീസറിൽ പറയുന്ന കാര്യങ്ങളില്ല, ഈ ട്രെയിലറിൽ പറയുന്ന കാര്യങ്ങളില്ല, ഇതല്ല വിഷയം, സിനിമയുടെ വിഷയം തന്നെ ഇതല്ല, പിന്നെ കേരളത്തിലല്ല ഈ സ്റ്റോറി നടക്കുന്നത്, കേരളത്തിന് അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്നത്? കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഒരു കാര്യം കാണിക്കാൻ കേരള സ്റ്റോറി എന്ന് പേരിടേണ്ട കാര്യമില്ലല്ലോ. ഈ സംസ്ഥാനത്തെ ആകമാനം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ, അതായത് പ്രത്യയശാസ്ത്രപരമായി ഇത്തരം ചില വിഷയങ്ങളോട് അടുത്ത് നിൽക്കുന്നതും കേരളത്തിൽ BJP ഒക്കെയാണ്. പക്ഷേ BJP പോലും ഈ വിഷയത്തിൽ തൊട്ടിട്ടില്ലല്ലോ. BJP ഈ വിഷയത്തിൽ മര്യാദയ്ക്ക് ഒരു പ്രതികരണം പോലും തരാൻ തയ്യാറല്ല. ഇത് എവിടെയോ നടക്കുന്ന എന്തോ കാര്യം, ഇതെന്താണ് എന്നുള്ള മട്ടിൽ അങ്ങ് വിട്ടുകളയുകയാണ്. ഈ വിഷയത്തിലൊരു അഭിപ്രായം BJP പോലും പറയുന്നില്ല, സംഘപരിവാർ നേതാക്കൾ പറയുന്നില്ല. കാരണം എന്താണ്, ഇത് കേരളം, അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട കേരളം എന്ന് പറഞ്ഞ് പുതിയ ക്യാമ്പയിൻ BJP തുടങ്ങിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ പ്രയോഗിച്ച് തുടങ്ങി, പ്രിയപ്പെട്ട കേരളം എന്ന് പറഞ്ഞു തുടങ്ങി. അതല്ലാതെ ഇവിടെ മാർഗ്ഗമില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം കേരളത്തെ ആ മട്ടിലല്ല കാണേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അവർ പോലും എത്തിച്ചേർന്ന സമയത്താണ് ഇവിടെ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ശുദ്ധ തോന്നിയാസം ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകം മുഴുവൻ. ഇപ്പോൾ ഒരു വ്ളോഗർ ഉണ്ടല്ലോ, സുജിത് ഭക്തൻ എന്ന് പറയുന്നുള്ള വ്ളോഗർ, ഫിജിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിജിയിൽ ഇതിൻ്റെ വലിയ ബോർഡ് വെച്ചിരിക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് അയാൾ അവിടെ നിന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഈ പരിതപിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തെക്കുറിച്ച് തോന്നിയാസം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ലോകം മുഴുവനാണ് ഈ കേരളത്തെക്കുറിച്ചുള്ള വൃത്തികേടുകൾ ഈ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.